ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോറോൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് എന്തൊക്കെ പെറ്റ്സ് സെയിലിനായിട്ട് വന്നത് ജസ്റ്റ് നോക്കിയാലോ. ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യാട്ടോ, ഇനി താഴേക്കാണ് ഈ നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്യാട്ടോ. പിന്നെ ആരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. പിന്നെ നമ്മൾ ഓരോ വീഡിയോടൊപ്പം നമ്മൾ നമ്പേഴ്സ് കൊടുത്തത് നമ്പർ 1, നമ്പർ 2 അല്ലെങ്കിൽ A1, A2 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് വേണം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തുള്ള ഓണേഴ്സിൻ്റെ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ടോ. പിന്നെ കാര്യം മറക്കണ്ട, നമ്മുടെ ഇടനിലക്കാരൻ മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ പതിയെ വീഡിയോസിൻ്റെ ലെങ്ത് ഒക്കെ കൂട്ടി വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള കുറച്ച് ഫിഷുകളൊന്നും പരിചയപ്പെടല്ലോ. നമ്മുടെ കയ്യിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോൺസ്റ്റർ ഫിഷുകളാണ് കേട്ടോ. ഗാർ, റെഡ് ടെയിൽ, അരാപ്പയ്മ അങ്ങനെയുള്ള ഫിഷുകളാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ആദ്യത്തെ ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ സിൽവർ അരോണാസ് ആണ് കേട്ടോ. 4 ഇഞ്ച് സൈസ് വരുന്ന അരോണാസ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇവരെന്ന് പറയുന്നത്. അരോണ വെറൈറ്റീസ് തന്നെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ വെറൈറ്റീസ് ആണ് നമ്മുടെ സിൽവർ അരോണാസ് കേട്ടോ. ഓൾ കേരള കൊറിയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 740 രൂപയാണ് 4 ഇഞ്ച് സൈസുള്ള ഈ ഒരു അരോണയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള മോൺസ്റ്റർ ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ റെഡ് കാറ്റ് ഫിഷ് ആണ് കേട്ടോ. 3 ഇഞ്ച് 3 ഇഞ്ചിന് അടുത്ത് വരുന്ന സൈസാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ പെർ പീസിന് 190 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങൾ 5 പീസ് എടുക്കുകയാണെങ്കിൽ പെർ പീസ് 170, അതുപോലെ 10 പീസ് എടുക്കുകയാണെങ്കിൽ പെർ പീസ് 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾ കേരള കൊറിയറുകാരൊക്കെ ഈ ഒരു ഫിഷും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത മോൺസ്റ്റർ ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഗാറാണ്, അലിഗേറ്റർ ഗാറാണ് നമുക്ക് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 470 രൂപയാണ് പെർ പീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഗാറാണ് നമുക്ക് കൊടുക്കാറ് കേട്ടോ. അതും സ്പോട്ടഡ് അല്ല, അലിഗേറ്റർ ഗാറാണ്. പലരും ഈ സൈസ് കാണുമ്പോൾ സ്പോട്ടഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല കേട്ടോ, ഗാറാണ്, അലിഗേറ്റർ ഗാറാണ് നമ്മൾ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫിഷ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ് കൂടുതലും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ. കോൾ വിളിച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. നമ്മുടെ ചാനലിൽ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിൽ സെയിൽ പോസ്റ്റിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റിയാണെന്ന് നോക്കിയാൽ നമ്മുടെ സ്ട്രഗിൾ ട്രെയറാണ് കേട്ടോ. അപ്പോൾ ഓണർ പേര് റിൻഷാം എന്നാണ്. അപ്പോൾ പ്രായം നോക്കുകയാണെങ്കിൽ 3 മാസം മാത്രമാണ് പ്രായം വരുന്നത് കേട്ടോ. അപ്പോൾ മലപ്പുറത്താണ് സ്ഥലം വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അത് നല്ലൊരു ഓഫർ റേറ്റാണ് കൊടുക്കുന്നത്. 3500 രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നത് കേട്ടോ. പൊതുവെ നമുക്കറിയാം 4500, 5000, 6000 ആ റേഞ്ചാണ് നമ്മുടെ ഗ്ലൈഡറിനൊക്കെ വരുന്നത്. അപ്പോൾ 3500 രൂപയ്ക്കാണ് ഈ ഒരു ഗ്ലൈഡർ അദ്ദേഹം കൊടുക്കുന്നത്. 3 മാസമാണ് പ്രായം വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളൊരു അടിപൊളി മോൺസ്റ്റർ ഫിഷ് ആണ് കേട്ടോ. അപ്പോൾ അലിഗേറ്റർ ഗാറാണ്. 2 അടിക്ക് മുകളിൽ സൈസുള്ള ഒരു ഗാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓണർ പേര് ജേക്കബ് എന്നാണ്. സ്ഥലം വരുന്നത് കൊച്ചിയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5000 രൂപയാണ് ഈ ഒരു മോൺസ്റ്റർ ഫിഷിന് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഇങ്ങനെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ബെറ്റ ഫിഷാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. സ്ഥലം വരുന്നത് കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല ബ്രീഡിങ് പെയറാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 280 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കി നമ്മുടെ ചില്ലി മൊസൈക്കാണ് കേട്ടോ. അപ്പോൾ ജൂനൈൽ സൈസാണ് പ്രായം വരുന്നത്. ഓണറുടെ പേര് ഡിക്സൺ എന്നാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 100 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ബേഡ്സ് ആണ് കേട്ടോ. ലവ് ബേഡ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ഥലം വരുന്നത് കോട്ടയത്താണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മൊത്തം 20 പീസാണ് കൊടുക്കാനുള്ളത്. അത് ബ്രീഡിങ് സ്റ്റേജ് എത്തിയ ബ്രീഡിങ് പെയറുകളൊക്കെ ഉണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മൊത്തം 20 പീസ് ഉണ്ട്. ഇതിൽ തന്നെ റെഡ് ഐ വരുന്നുണ്ട്, നോർമൽ വരുന്നുണ്ട്, ആൽബിനോ വരുന്നുണ്ട്. അപ്പോൾ പെർ പീസിന് അദ്ദേഹം ചോദിക്കുന്നത് 100 രൂപയാണ്. എത്ര എടുത്താലും പെർ പീസിന് ചോദിക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല, അതുകൊണ്ട് നേരിട്ട് പോയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം നാടൻ പ്രാവുകളാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. കുറച്ചധികം നാടൻ പ്രാവുകൾ തന്നെ കൊടുക്കാണ്ട് അതും ബ്രീഡിങ് പെയറാണ് കേട്ടോ. ഇതിൽ തന്നെ ക്രോസ് ബ്രീഡും ഉണ്ട്. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണ്. ഇതിൽ കൂടുതൽ എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ഓഫറിന് അദ്ദേഹം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നേരിട്ട് പോയിട്ട് എടുക്കണം കേട്ടോ. സ്ഥലം വരുന്നത് കണ്ണൂരാണ്. സ്ഥലം വരുന്നത് ഓണറുടെ പേര് മിഷാൽ എന്നാണ് കേട്ടോ.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനി കൊടുക്കാനുള്ളത് നോക്കി കഴിഞ്ഞാൽ ആടാണ്, മലബാറി ആടാണ് കൊടുക്കാനുള്ളത്, മെയിൽ ആടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ 19,000 രൂപയാണ് ഒരു ആടിനത്തേക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്ഥലം വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഫ്രീ ആയിട്ടാണ് കേട്ടോ. പൈസ ഒന്നും കഴിക്കാതെ ഫ്രീ ആയിട്ടാണ് സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പെറ്റ്സും സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ മറക്കണ്ട, ഇതാണ് നമ്പർ. അപ്പോൾ എന്തെങ്കിലും പുതിയ വീഡിയോ കാണാം. അതുവരെക്കും ബൈ.